മറ്റൊരു വിചിത്രമായ അറിവിലേക്ക് സ്വാഗതം. ഇന്ന് നാം പറയുന്നത് ഒരുപാട് കൗതുകവും ആശയവിനിമയവുമുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ്. മനുഷ്യർക്ക് ചന്ദ്രനിൽ താമസിക്കാൻ കഴിയുമോ? നൂറ്റാണ്ടുകളായി ചന്ദ്രൻ മനുഷ്യനെ ആകർഷിച്ചു വരികയാണ്. പക്ഷേ ഇപ്പോൾ ശാസ്ത്രലോകം ചന്ദ്രനിൽ ഒരു വലിയ കണ്ടുപിടുത്തം നടത്തിയിരിക്കുന്നു. മനുഷ്യർക്കായി സുരക്ഷിതമായ ഗുഹകൾ. 1969 നീൽ ആംസ്ട്രോങ്ങും ബസ് ആൽഡ്രിനും ചന്ദ്രനിൽ കാലുകുത്തിയ ദിവസത്തിനു ശേഷം ചന്ദ്രനിൽ കണ്ടെത്തലുകൾ ഒരു പുതിയ വഴിയിലേക്ക് മുന്നേറിയിരിക്കുകയാണ്. ഇപ്പോൾ ചന്ദ്രൻ്റെ പ്രശാന്തിയുടെ കടൽ മേഖലയ്ക്ക് 400 കിലോമീറ്റർ അകലെയുള്ള ഭാഗത്ത് ശാസ്ത്രജ്ഞർ പുതിയ കണ്ടുപിടുത്തം നടത്തിയിരിക്കുന്നു. ഗുഹകൾ. അത് വെറും ഗുഹകൾ മാത്രമല്ല, മനുഷ്യരുടെ ഭാവി വാസത്തിനായി ഉപയോഗപ്രദമായ തണലുകളും മറ്റും നൽകുന്ന പ്രത്യേക സ്ഥലങ്ങൾ തന്നെയാണ്. ഈ ഗുഹകൾ ലാവ ട്യൂബ്സ് ആകാനാണ് സാധ്യത. ചന്ദ്രൻ്റെ പ്രാചീന അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ കൊണ്ട് രൂപപ്പെട്ടവയാണ് ഇവ എന്നാണ് കണ്ടെത്തലുകൾ. ഗുഹകളിൽ വാതിലുകൾ പോലെയുള്ള വലിയ തുറവുകളുമുണ്ട്. ഈ ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ നിന്നുള്ള രൂക്ഷമായ പരിസ്ഥിതിയിലും സൂര്യൻ മുഖമുള്ള വികിരണങ്ങളിലും ഇതിന് സംരക്ഷണം നൽകാൻ പൂർണ്ണമായും കഴിയും എന്നാണ് അവകാശപ്പെടുന്നത്. മനുഷ്യർ ഈ ഗുഹകളിൽ താമസിക്കാനോ ചന്ദ്രനിൽ ഭാവി പ്രൊജക്റ്റുകൾ നടത്താനോ സാധ്യമായവർ ആകുമോ എന്ന ചിന്തയാണ് ശാസ്ത്രജ്ഞന്മാരെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. ശാസ്ത്രജ്ഞർ പറയുന്നത് ഈ ഗുഹകൾ താപനിലയുടെ അതിരുകളെ സുഖകരമാക്കാൻ സഹായിക്കുന്നവകളാണ്. ചന്ദ്രൻ്റെ മുറിവുകൾ പോലെയുള്ള ചൂടും തണുപ്പും നിയന്ത്രിക്കാൻ ഈ ലാവ ട്യൂബുകൾ ഉപകരിക്കും. വായുസമ്മർദ്ദം നിലനിർത്താനും ഭാവിയിൽ ഭാരം കുറഞ്ഞ പ്രൊട്ടക്റ്റീവ് സൈൽഡുകൾ സ്ഥാപിക്കാനുമുള്ള സാധ്യതയും പരിശോധിക്കുകയാണ് ശാസ്ത്രലോകം. എന്നാൽ ഭാവിയിൽ ഭൂമിയുടെ പരിമിതികളെ മറികടക്കാനുള്ള പരിഹാരങ്ങൾ തേടുകയാണ് ശാസ്ത്രം. ചന്ദ്രനിലെ ഇത്തരം ഗുഹകളുടെ കണ്ടെത്തലുകൾ ബഹിരാകാശ ഗവേഷണത്തിനും മനുഷ്യൻ മറ്റൊരു ഗ്രഹത്തിൽ ചുവടുവെക്കുന്നതിനും വഴിത്തിരിവാകും എന്നാണ് ശാസ്ത്രലോകം വിചാരിക്കുന്നത്. ഈ കണ്ടെത്തലുകൾ ഭൂമിയിലും ബഹിരാകാശത്തിൽ പരിസ്ഥിതിയെ നേരിടാനുള്ള പുതിയ അറിവുകളും സാങ്കേതിക വിദ്യകളും നൽകും എന്നതും സവിശേഷത നിറഞ്ഞ വായനയാണ്. മനുഷ്യൻ ചന്ദ്രനിൽ താമസിക്കാനുള്ള സാധ്യതകൾ ഇനി സങ്കല്പമല്ല, ശാസ്ത്രീയമായി സാധ്യതകൾ സൃഷ്ടിക്കുന്ന ഒരു യാഥാർത്ഥ്യം തന്നെയാണിത്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്താണ് തോന്നുന്നത്? ഭാവിയിൽ മനുഷ്യർ ചന്ദ്രനെ സ്വന്തമാക്കുമോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഇത്തരം വിചിത്രമായ അറിവുകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിചിത്രമായ അറിവുമായി വീണ്ടും കാണാം.